إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ തിന്മകളെങ്ങാനും അവൻ പുറത്തു തന്നിട്ടില്ല എങ്കിൽ സ്വാഭാവികമാണ് നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അതിന് ശിക്ഷയുണ്ടാകുമെന്നുള്ള കാര്യം. എന്നാൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ അനന്തര ഫലങ്ങൾ ചിലതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും തിരു ഹദീസും നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന പാഠങ്ങൾ. അത്തരത്തിൽ നാം ചെയ്ത തിന്മകളുടെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം ആയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിന്റെയും വെളിച്ചത്തിലായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നന്നായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള 8 കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഈ ഒരു ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം, ഒരാൾ നിത്യജീവിതത്തിൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ ഒന്നാമതായി അയാൾക്ക് ദുനിയാവ് വെച്ചുകൊണ്ടുണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് ഹിർമാനും മിൻ നൂരിൽ ഇൽം. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹിയായി അല്ലാഹു ഇറക്കിയ ഇൽമ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തടയും എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ വചനങ്ങൾ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുമെന്നാണ്. നമ്മൾ നിത്യവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ 5 വക്തും നമ്മൾ ചോദിക്കുന്ന, 17 തവണ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ചൊവ്വായ പാതയിലേക്ക് എന്നെ നീ വഴി നടത്തണേ എന്നുള്ള 17 തവണ മിനിമം നമ്മൾ ചോദിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഒരാൾ യഥാർത്ഥത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക് എന്നെ വഴി നടത്തണേ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ചോദിച്ചത് അൽ ഇൽമുൻ നാഫിഅ. അയാൾ യഥാർത്ഥത്തിൽ ചോദിച്ചത് അത് നാഫിആയ, ഉപകാരപ്രദമായ അറിവിനെയാണ് ആ മനുഷ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ, ഹിദായത്ത് വർദ്ധിക്കണമെങ്കിൽ, ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ നിലനിൽക്കണമെങ്കിൽ ആ ഇൽമുൻ നാഫിഅ അനിവാര്യമാണ് എന്ന്. അത്തരത്തിലുള്ള ആ ഹിദായത്തിൽ നിന്ന് തന്നെ തടയപ്പെടുന്നതാണ് ഒരാൾ തിന്മകളിൽ നിരന്തരമായി കൊണ്ട് ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് എങ്കിൽ അയാളെ ഇൽമ് തടയുന്നതോടുകൂടി അയാൾ ഹിദായത്തിൽ നിന്ന് തന്നെ വഴിതെറ്റി പോകുന്നു എന്നാണ്
അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇൽമ് തടയപ്പെടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, മറിച്ച് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് നമ്മെ വിട്ടുനിർത്തുന്ന ആ ഹിദായത്താകുന്നതിൽ നിന്നാണ് നമ്മളെ തെറ്റിച്ച് കളയുന്നത് എന്നാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്ന വാചകങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നി അറല്ലാഹ തആല ഖദ് അൽഖ അലാ ഖൽബിക നൂറൻ ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ. ഞാൻ നിന്നെ കാണുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഹൃദയത്തിലേക്ക് ഒരു നൂർ, ഒരു പ്രകാശം അല്ലാഹു ഇട്ടു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുവനായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത്. ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ. അത് ജീവിതത്തിൽ തിന്മകൾ ചെയ്തുകൊണ്ട് ഒരിക്കലും നീ അതിനെ ഇല്ലാതാക്കി കളയരുത് എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഉപദേശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്നെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം. അദ്ദേഹം തന്റെ ഉസ്താദായ അൽ ഇമാം വഖീഅ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചില പ്രയാസങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഹിഫ്ളാകുന്നില്ല എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അന്ന് അദ്ദേഹം ഇമാം വഖീഅ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൊടുത്ത ഉപദേശങ്ങൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചെറിയൊരു കവിത രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ശകൗതു ഇലാ വഖീഇൻ സുഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅല്ലമനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഅതാ ലിൽ ആസി. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഉസ്താദായ വഖീഇനോട് ഞാൻ ചില പ്രയാസങ്ങൾ പറഞ്ഞു, എനിക്ക് ഹിഫ്ളാകുന്നില്ല എന്നുള്ള പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഫഅർശദനി ഇലാ തർക്കിൽ മആസി, അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയത് ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ നീ ഇല്ലാതാക്കി കളയ്. വഅല്ലമനി ബിഅന്നൽ ഇൽമ നൂറുൻ, അദ്ദേഹം എന്നെ പഠിപ്പിച്ചു ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅതാ ലിൽ ആസി, ആ അല്ലാഹുവിന്റെ പ്രകാശം എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലമായി നമ്മൾ ഇൽമ് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇദറാക്ക് ചെയ്യാൻ, അതൊന്നും നല്ല രൂപത്തിൽ മനസ്സിലാക്കിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളുടെ ഫലമായി കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്ന്. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്ന കാര്യം, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കുന്ന തൗഫീഖ് അത് ഇല്ലാതായി തീരുമെന്ന്. ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ വിടുതി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തൗഫീഖ് നമുക്ക് വേണ്ടി വരും. നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു ഭവനം, നല്ലൊരു വാഹനം, അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തൗഫീഖ് നമുക്ക് ആവശ്യമാണോ ആ കാര്യങ്ങളിലൊന്നും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുകയില്ല. നമ്മൾ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ, ആളുകളാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന തൗഫീഖ് അത് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി തീരും. മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ ഹലാലായ ഉപജീവനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൊട്ട് മഹ്റൂമാക്കി കളയും, നമ്മളെ തൊട്ട് തടയപ്പെടുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് ഹലാലായ റിസ്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നമ്മിൽ നിന്ന് തടയപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, ഇന്ന റജുല ലയുഹ്റമു റിസ്ഖു ബിദ്ദംബി യുസീബു. ഒരു മനുഷ്യൻ അവൻ നിത്യജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ കാരണത്താൽ അവന്റെ ഹലാലായ ഉപജീവനം പോലും തടയപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപജീവനം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന തിന്മയാണ് കാരണം എന്നല്ല പറഞ്ഞത്, മറിച്ച് നമ്മുടെ തിന്മയാണോ കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. നമ്മുടെ ചിലപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ അള്ളാഹുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും, പക്ഷേ നമ്മുടെ റിസ്കിലൊക്കെ ചില കുറവുകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ അതെന്തായിക്കൊള്ളുന്നില്ല, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പരീക്ഷണം മാത്രമായിരിക്കും. മറിച്ച് നമ്മൾ തിന്മകൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, നമ്മുടെ റിസ്കിൽ കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കുക, ആ തിന്മകൾ കാരണമായിരിക്കാം നമ്മുടെ ആ ഒരു റിസ്ക് നമുക്ക് തടയപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമതായി പണ്ഡിതന്മാർ പറയുന്നത്, ആയുസ്സിലെ ബറക്കത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുമെന്ന്. നമുക്കറിയാം, കുറഞ്ഞ കാലഘട്ടത്തെ ജീവിതമുള്ളൂ നമുക്ക് ഈ ദുനിയാവിൽ. 60 70 വയസ്സ് വരെയുള്ളൂ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുക, ഒരു ആവറേജ് പ്രായം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് നന്മകളുടെ
തുടക്കക്കാരാവണം. അതുപോലെ തന്നെ ഒരുപാട് തുറാസിയായ ഇൽമ് അല്ലെങ്കിൽ അമൽ, നമ്മൾ ഒരുപാട് വീണ്ടും നിലനിൽക്കുന്നതായ അമലും ഇൽമും ഒക്കെ ബാക്കിയാക്കിക്കൊണ്ട് വേണം ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അതിനൊന്നുമുള്ള ഒരു തൗഫീഖ് നമ്മുടെ ജീവിതത്തിൽ, ഒരു ബറക്കത്ത് അത് ലഭിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. എന്ത് കാരണത്താൽ? നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ കാരണത്താൽ എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ അഞ്ചാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുന്നു. നമ്മൾ നിത്യം തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ നന്മകളിൽ മുന്നേറാനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കും. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരു വ്യക്തി പറയുന്നുണ്ട്, രാത്രി നമസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത്, ദുനൂബുക ഖയ്യദത്ക, നിന്റെ തിന്മകളാണ് അതിനെ തൊട്ടും നിന്നെ തടഞ്ഞത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്ത് നമ്മൾ തിന്മകൾ ചെയ്യുമ്പോഴും അത് നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടില്ല എങ്കിൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ പോലും നമുക്ക് നഷ്ടമാകുമെന്നാണ് മഹാനായ സുലൈമാൻ അദ്ദറാറി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ലാ തഫൂതു അഹദൻ സ്വലാത്തുൽ ജമാഅത്തി ഇല്ലാ ബിദംബിൻ. ഏതെങ്കിലും ഒരു മനുഷ്യന് അയാൾക്ക് ജമാഅത്തായിട്ടുള്ള നമസ്കാരം അത് മിസ്സായിട്ടുണ്ട് എങ്കിൽ അയാളുടെ ജീവിതത്തിൽ ബാധിച്ച ഒരു തിന്മ കാരണത്താലാണ്, അയാൾ ജീവിതത്തിൽ ചെയ്ത ഒരു തിന്മ കാരണത്താലാണ് ആ ഒരു ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു നന്മയിൽ നിന്ന് ആ മനുഷ്യനെ തടഞ്ഞത് എന്നാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് വാദകൾ കേൾക്കുന്നുണ്ട്, ഇൽമ് കേൾക്കുന്നുണ്ട്, നസീഹത്ത് കേൾക്കുന്നുണ്ട്, ഖുതുബ കേൾക്കുന്നുണ്ട്. എന്നിട്ടൊന്നും നമ്മൾ പലപ്പോഴും തീരുമാനിക്കും, ഇനി മുതൽ കുറച്ചൊക്കെ സ്വതത്ത് കൊടുക്കണം, കുറച്ചൊക്കെ നിസ്കരിക്കണം, കുറച്ചൊക്കെ സുന്നത്തുകൾ അധികരിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊന്നും കൊണ്ടുവരാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വ്യാപകമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എന്നല്ല, അതും ഒരു കാരണമാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ ആറാമതായി പറയുന്നത് കാണാം, അദ്ദുല്ലതു ഫീ നഫ്സിഹി, സ്വന്തത്തോട് തന്നെ ഒരു മതിപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. സ്വന്തത്തോട് തന്നെ ഒരു നിലക്കുള്ള ഒരു മതിപ്പ് നമുക്ക് തോന്നുകയില്ല, മറ്റൊരാൾക്കല്ല, മറിച്ച് നമ്മുടെ സ്വന്തത്തിനോട് തന്നെ ഒരു മതിപ്പില്ലാത്ത അവസ്ഥ വരും. ഇപ്പം നമ്മൾ എന്ത് ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലും അതിലൊരു ഖുശൂഅോ അതിലൊരു നല്ല ഇഖ്ലാസുള്ള നിയ്യത്തോ ഒന്നും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ കൃത്യമായി 5 വക്തും പള്ളിയിൽ എത്തുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ നിസ്കാരങ്ങൾ ആസ്വദിച്ച് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും, സ്വതക്കകൾ കൊടുക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിലൊക്കെ ഉണ്ടാവും, പക്ഷേ ആ സൽക്കർമ്മങ്ങളൊന്നും ആസ്വദിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു നിന്ദ്യത, സ്വന്തത്തോട് തന്നെയുള്ളൊരു മതിപ്പില്ലായ്മ നമുക്കുണ്ടായിത്തീരും നമ്മൾ ചെയ്യുന്ന തിന്മകൾ കാരണത്താൽ. പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരൊക്കെ ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്താലും അള്ളാഹുവിൻ്റെ നിന്നില്ല ഒരു നിലക്കുള്ള നിഅമത്തുകളും ബറക്കത്തുകളും അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുന്നില്ല. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയും. സത്യത്തിൽ എല്ലാ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അയാളുടെ ഇബാദത്തുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അയാൾക്ക് നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ അള്ളാഹുവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മുറാഖബത്ത് ഏതൊരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നൽകുന്ന ശിക്ഷകളിൽപ്പെട്ട ഒരു ശിക്ഷയാണ്. നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഖുശൂ ഇല്ലാതാവുക, നമുക്കൊരു ഭയഭക്തി ഇല്ലാതാവുക എന്നുള്ളത് അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നൽകുന്ന ഒരു ശിക്ഷയാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ തിന്മകൾ കാരണത്താലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തിന്മകൾ കുറക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം ഉള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏഴാമതായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം സവാലുൻ നിഅം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കുടുംബമാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും എന്തെല്ലാം നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടോ ആ നിഅമത്തുകളെ ഒന്നൊന്നായി അവൻ പിൻവലിക്കുമെന്ന്
നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് തന്ന നിഅമത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറവ് വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം നിഅമത്തുകളായി അള്ളാഹു നൽകിയിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ കാരണം നമ്മൾ ചെയ്ത തിന്മകളായിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ 8ാമതായി പണ്ഡിതന്മാർ പറയുന്നത്, ഒരു നാട്ടിൽ പൊടുന്നനെ ഉണ്ടാകുന്ന, ഒരു നാട്ടിൽ ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങൾ, പിന്നെ വെള്ളപ്പൊക്കം ആയിക്കൊള്ളട്ടെ, പ്രളയം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ ഭൂമി കുലുക്കം ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുവായി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ മുഖാന്തരം ഉണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ തീരുമാനിക്കേണ്ട എന്തറിയോ, എൻ്റെ നാട്ടിലൊരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ ചെയ്ത ഒരു തിന്മയുടെ പേരിലാകരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതില്ല എങ്കിൽ വലിയ പ്രയാസമാണ്, ദുനിയാവിലും പ്രയാസമാണ്, അതുപോലെ തന്നെ നാളെ വരാനിരിക്കുന്ന ആഖിറത്തിലും നമുക്ക് പ്രയാസമാണ്. നമ്മൾ ആരും തിന്മകൾ ചെയ്യാത്ത മാസൂമികളാണ് എന്നോ ഒന്നും നമുക്ക് വാദമല്ല. എല്ലാവരും തിന്മകൾ സംഭവിച്ചു പോകുന്നതാണ് ജീവിതത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്, കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ മനുഷ്യർക്കും ഈ നിത്യജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോകും. പക്ഷേ അവിടെ തിന്മകൾ സംഭവിക്കുമ്പോൾ ഇനി ഞാനൊന്നും നന്നാവില്ല, ഇനി ഈ റൂട്ടിൽ തന്നെ ഞാൻ പോവാണ് എന്നല്ല, മറിച്ച് നമ്മൾ തിരുത്തി ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും അവനിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചുകൊണ്ട് മടങ്ങി ആ രൂപത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. അതല്ലാതെ തിന്മകളിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു പക്ഷേ നാളെ ആഖിറത്തിൽ അള്ളാഹു പുറത്തു തന്നിട്ടില്ല എങ്കിൽ നാളെ ആ ലോകത്ത് വെച്ചുകൊണ്ടും നമുക്കതിൻ്റെ കയ്പ് നീരുകൾ കുടിക്കേണ്ടി വരുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളൽ കൊണ്ട് നമുക്ക് ഏവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.